പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പുസ്തകം വായിക്കുക, അത് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ വളരെ ശ്രമകരമായൊരു കർത്തവ്യമാണ് എന്ന് പറയുന്നത്. അതിലൊരു ചെറിയൊരു ഭാഗമാവാനായിട്ട് സാധിച്ചൊരു സന്തോഷമുണ്ട്. ബിച്ചേട്ടനും ഞാനും നേരിട്ടൊരു പരിചയത്തിൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാറ്റൂരാണ് ബിച്ചേട്ടൻ്റെ വീട്, എൻ്റെ വീട് കഴിയുമ്പോഴാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സഹപാഠി പുറകിൽ ഇരിക്കുന്നുണ്ട്. ഒരു താമസിക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ്, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ബിജു എന്നെ വിളിക്കുകയുണ്ടായി. ഒരു ദിവസം കാണണം, ഇത് അത്യാവശ്യം കാര്യമുണ്ട്. അപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ട് ബിജു ഡ്രൈവറാണ്, ട്രാവൽസ് ഡ്രൈവറാണ്. ഒരു ദിവസം അങ്കമാലിയിൽ പോകുന്ന വഴി കിടങ്ങൂര് കപ്പോളയ്ക്ക് സമീപം ബിജു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിജുവിനെ കണ്ട് ഇറങ്ങിയപ്പോൾ ബിജു ഒരു പുസ്തകവും വെച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അത് ബിച്ചാൻ്റെ പുസ്തകമായിരുന്നു എഴുതിയിട്ടുള്ളത്. ബിജു പറഞ്ഞു, ഇത് ഞാനറിയുന്ന സാറാണ്, അദ്ദേഹം ഇപ്പോൾ ഇത് എഴുതിയ പുസ്തകമാണ്, അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. അപ്പോൾ അബി അത് വായിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോന്ന് നമുക്ക് ബിജു തരാമായിരുന്നു. അപ്പോൾ ബിജു ആ പുസ്തകം തരുന്ന സമയത്ത് ഞാൻ വേറെ ഒരു 2 പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സമയമായിരുന്നു ബിജു ആ ബുക്ക് തരുന്ന സമയത്ത്. അപ്പം ഞാൻ ബിജുവിനോട് പറഞ്ഞു, ബിജു ഞാനിങ്ങനെ ഇതിലിങ്ങനെ ഇരിക്കുകയാണ്, ബുക്ക് വളരെ ഉണ്ട്, അപ്പോൾ അത് ചെയ്തു വേണ്ടി അതൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് എഴുതണം എന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് ആ ബുക്ക് കൊണ്ട് വരുന്നത്. അതായത് ബുക്ക് റോയ് പാനിക്കോമാണ്, മണിക്കാരനാണ്. റോയിച്ചേൻ്റെ DC ഇറക്കിയ ഏകാകിക സംഗീതമെന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. അത് സാധനഭാഷ എറണാകുളത്ത് വെച്ചിട്ടാണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ ശ്രീ വേണുവിശേഷൻ വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് റിസൾട്ട് കൊണ്ടുവരുന്ന സമയമാണ്, വൈകുന്നേരം പരിപാടിയുണ്ട്, അതിൽ വരണം എന്ന് വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ആ പരിപാടിക്ക് പോയി. ഇതൊരു ചടങ്ങിലൊക്കെ പങ്കെടുത്ത് പോകുന്നു. ഇപ്പോൾ റോഹിച്ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. റോഹിച്ചേട്ടനെ കുറിച്ച് മുമ്പ് ഒരു പരിചയമില്ലാത്ത ആളായിരുന്നു റോഹിച്ചേട്ടൻ. അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുത്ത പുസ്തക പ്രകാശനം പങ്കെടുത്തു, സാധനഭാഷയായിരുന്നു. അങ്ങനെ ജസ്റ്റ് റോഹിച്ചേട്ടനെ കണ്ട് തിരിച്ചു കൊണ്ടുവന്ന ബുക്ക് വാങ്ങിക്കാനും പറ്റില്ല തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ സ്ഥലത്തുനിന്ന് ഒരു പറഞ്ഞ് ആണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വരിക. അപ്പോൾ അന്ന് ആ തിരക്കുകൊണ്ട് ബുക്ക് വാങ്ങിക്കാനും പറ്റില്ല. അതിനുശേഷം ഈ റോഹിച്ചേട്ടനെ ഞാൻ അന്ന് പങ്കെടുത്ത പരിപാടിയിൽ കുറച്ച് ഫോട്ടോസ് അയച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് അയച്ചു. അങ്ങനെ റോഹിച്ചേട്ടൻ പരിചയപ്പെട്ടു. വളരെ അടുത്തൊരു സുഹൃത്താണ് റോഹിച്ചേട്ടൻ. അങ്ങനെ റോഹിച്ചേട്ടൻ പറഞ്ഞ ബുക്ക് എന്തായാലും അമ്മ വായിക്കണം, അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ലുക്കിയെ ബുക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ബുക്കുകൾ കിട്ടുമ്പോൾ, അവരോട് പറഞ്ഞിട്ട് അത് മറ്റു ഇതിനൊന്നും അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്ത്. അവർക്ക് ഏകാകിക സംഗീതമാണ് വീട്ടിലടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആ ബുക്ക് വരുത്തിച്ച് ഇതുപോലെ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വായിച്ചു കഴിഞ്ഞ ശേഷം മനീഷ് തകഴി എന്ന് പറയുന്ന വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഇതുപോലെ തന്നെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മനീഷ് തകഴി എന്ന് പറയുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ നോവലിലേക്കുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് മനീഷ് തകഴിയുടെ. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, അഭി അയ്യപ്പനെ കുറിച്ച് എനിക്ക് ഒരു കുറിപ്പ് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അയ്യപ്പൻ ബുക്ക് ആ സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ ഒരു സുഹൃത്ത് വായിക്കാൻ കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ആ പറയുന്ന സമയത്ത്. പിന്നീട് അതുപോലെ തന്നെ അതിനും ഒരു കുറിപ്പ് തയ്യാറാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും
വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അപ്പോഴാണ് മുമ്പ് ബിജു വന്ന് തരുന്നത്. അങ്ങനെ അത് കൈപിടിച്ചുകൊണ്ടിരുന്ന് 10 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ നമ്പർ വാങ്ങിച്ചു. ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തു. ഇതുപോലെ വളരെ ചെറിയ വാക്കുകളെ കൊണ്ട് അത്ര ഭംഗിയായിട്ടൊന്നുമല്ല. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതിന് സാഹചര്യങ്ങൾ വന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സൂചിപ്പിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ധർമ്മസമീക്ഷ നടന്ന സമയത്തായിരുന്നു 10 ദിവസം. അങ്ങനെ 3 ദിവസം ആ ധർമ്മസമീക്ഷയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നപ്പോഴാണ് ടീച്ചറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാണുന്നത് എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ കാണുന്നത് ഇന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വന്നതെന്ന് വെച്ചാൽ പുസ്തകങ്ങളും ആളുകളായിട്ടുള്ള ഒരു ബന്ധം കാലഘട്ടത്തിൽ വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. 3 വ്യക്തികളും ജീവിതത്തിലേക്ക് ഞാനത് കൊടുത്തു വെച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് ഒരിക്കലും നമ്മൾ 3 രൂപകളും ഒരിക്കലും കണ്ട് മുട്ടില്ല എന്ന് സാധ്യതയില്ലാത്ത 3 വ്യക്തികളെയാണ് നമുക്ക് ഈ വായനയും മുഖാന്തരം കടന്നു വന്നിട്ടുള്ളത്. ഞാൻ 7-8 വർഷം വിദേശത്തായിരുന്നു. അതിൻ്റെ ഇടയിൽ 5 വർഷം വിദേശം എന്നുള്ള അന്വേഷണം എന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്ന ഒരു മാളാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വായനയും പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാതെ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സന്ദർഭശാല എന്തെങ്കിലും ബുക്കുകളെ കുറിച്ച് പറയുമ്പോൾ, വായനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു മുഖത്തടിച്ചു പോയൊരു മറുപടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വായനശീലമില്ലായിരുന്നു. ഞാൻ ബുക്ക് വായിക്കാറില്ല, എനിക്ക് വായനശീലമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം. അത് ഒരു 10, 40, 50 വർഷം മുമ്പ് ഒരാൾ പറയുമ്പോൾ അത് അയാളുടെ ക്വാളിറ്റി കുറവ് എന്നൊരു രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് കാലത്താണ്. അന്ന് ഒരു 25-30 വർഷം കൊണ്ട് ഒരാൾക്ക് വായനശീലമില്ല എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിലും അവരുടെ ജീവിതത്തിലും കുറവ് എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും എനിക്ക് വായനശീലമില്ല, ഞാൻ പുസ്തകം വായിക്കാറില്ല എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് മാറണം. അവർക്ക് അതിലൊരു വിഷമമില്ല എന്ന് തോന്നുന്നു. ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ മകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ SLC +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. ഒരുപാട് 2500-3000 കുട്ടികളൊക്കെ സ്റ്റാഫുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കുട്ടികളും ആണെങ്കിലും അതുകൊണ്ടാണെങ്കിലും സർവകലാശാല അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ പുസ്തകത്തെക്കുറിച്ചോ ബുക്കിനെ കുറിച്ചോ വായനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, എന്തെങ്കിലും വിഷയത്തിൽ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്കിത് ശീലമില്ല എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന കാലഘട്ടമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പത്തോടെ അമ്മയ്ക്കും എൻ്റെ അച്ഛനമ്മയും വയസ്സായതുമാണ്. അവർ മരുന്ന് വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിലെ ഡിസ്പെൻസറിയിൽ പോയ സമയത്ത് ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആരോ കൊണ്ടുവന്നതാണ്, ഓട്ടോ വിളിച്ചോ മറ്റോ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ വേറൊരാളോട് സംസാരിക്കണം, മക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ അയാൾ ചോദിക്കുന്നത് മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മക്കളൊക്കെ ഇല്ല, മക്കൾ വിദേശത്താണ്, ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. 2 പേർക്ക് 80 വയസ്സിന് മുകളിലുണ്ട്, നടക്കാനൊക്കെ ബ്ലോട്ടുണ്ട്, എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? തൊട്ടപ്പുറത്തെ ഒരു ഓട്ടോ ജംഗ്ഷനിൽ ഒരു ഓട്ടോക്കാരുണ്ട്. ഇങ്ങനെ ആശുപത്രി പോകേണ്ട ആവശ്യങ്ങൾക്കൊക്കെ അയാൾ വിളിക്കും. അവർ വന്ന് ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് വായിച്ചു കൊടുക്കും. സമീപ പ്രദേശത്തുള്ളയോ അവരുടെ ബന്ധുക്കാരുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്ക് വന്ന് നോക്കും. പക്ഷെ ആ അപ്പൂപ്പനമ്മയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ആയിട്ടാണ്. അവർക്കൊരു വിഷമമില്ല, മക്കളെടുത്തില്ല, സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ ആരില്ല. ഇത് അസുഖം വന്നാലും പെട്ടെന്ന് കൂടിയിൽ തന്നെ ആരില്ല. പക്ഷെ അവർ വളരെ ഹാപ്പിയാണ്. മക്കളൊക്കെ വളരെ പുറത്താണ്, നല്ല സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു പാടില്ല. വായനയായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു വന്നപ്പോഴാണ് ആ ഒരു കാര്യം
ഓർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ശബ്ദമില്ല. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ബിൽച്ചേട്ടൻ്റെ ഈ പുസ്തകം വന്നപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരോട് പുസ്തകം പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ സാഹിത്യ ഭംഗിയോ ആലങ്കാരികമായ മറ്റ് ഭംഗിയോ ഒന്നല്ല നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം അതിന് സമയം കണ്ടെത്തിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അവിടെ സംസാരിച്ചപ്പോൾ ജോസേനാമയ്ക്ക് വളരെ വർഷങ്ങളായിട്ട് എഴുതുന്ന ആളാണ്. ചെണ്ടക്കറിയാം. അപ്പം വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ആളാണ്. ചെണ്ടകളൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം സ്റ്റോറി കോമ്പറ്റീഷനിലാണ് ഇതവിടെ പ്രേരിക്കുന്നു. ഫേസ്ബുക്കിലൊക്കെ നല്ലോണം കഥ എഴുതുന്ന ആളാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പല സാഹിത്യ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എഴുതാൻ കഴിയുന്ന ആളുകൾ, കല കൈവശമുള്ള അക്ഷരങ്ങൾ കൈവശമുള്ള ആളുകൾ സമൂഹത്തിൽ പുറത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വിഷയന് പോലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാം. ഒരു ബുക്ക് ചെയ്തണമെന്ന് ഒരു അനുഭവങ്ങൾ കുറിച്ച് വയ്ക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാവാം എന്നുള്ളത്. ആ ഒരു ക്വാളിറ്റിയാണ് ആ വിഷയനെ കാണുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ തന്ന ആളോട് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ എന്തോ സാഹിത്യം കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ മറ്റു ജോലികളുള്ള ഒരാൾ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് ഏതൊരു നിമിഷത്തിലാണ് ആ അനുഭവങ്ങളെ എഴുതി വയ്ക്കണം എന്ന് എനിക്ക് അറിയില്ല. അതിനെയാണ് നമ്മൾ അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കുന്നത്. അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, റിട്ടയറായി വന്നിട്ട് മറ്റു ജോലികൾ ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ആ തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് തൻ്റെ അനുഭവങ്ങളൊക്കെ എഴുതി വയ്ക്കണം, കൊടുത്തു വയ്ക്കണം എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ തോന്നൽ വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ വായന വെച്ച് വേണ്ട, വായന ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു 10 പുസ്തകമെങ്കിലും വായിച്ചിട്ട് വേണം നമുക്കൊരു പേജ് എഴുതാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 100 പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഒരു ബുക്കെങ്കിലും എഴുതാവും എന്നുകൂടി ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് ഇതൊന്നും തടസ്സമല്ല, അല്ലാതെ ആവാം. എന്തായാലും ചേർന്ന് നല്ല വായനയും നല്ല സൗഹൃദവും ആ കുറിപ്പ് പറഞ്ഞ പോലെ ഇനിയും എഴുതാനും നമുക്കത് ആസ്വദിച്ച് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇത് ഒരു സംഘടിപ്പിക്കാനായിട്ട് അവസരം തന്ന കൂടിച്ചേർന്നും രാജശേഷിക്കും അടക്കം ഈ SNDP എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞത് നിർത്തുന്നു. നന്ദി.